Hello guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും എന്നോട് പറയും ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് നിനക്കൊന്നും ആവാൻ പോകുന്നില്ല, ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് വെറുതെ ഒരു ഗുണമില്ല എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതാണ് എൻ്റെ കണ്ടന്റ്. എനിക്ക് വേറെ ഒന്നും സ്പെഷ്യലായിട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ ക്ലാസ്സും എല്ലാം കൂടെ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. എനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കണ്ടൻറ്റൊന്നും വരുന്നില്ല. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ്, ഓട്ടോയിൻ്റെ ഡേ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ എനിക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ വരുമായിരിക്കും, അറിയത്തില്ല. അപ്പോഴത്തേക്കും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിനാണ് എൻ്റെ പ്ലാൻ. കാരണം ഞാൻ കുറേ ഡേ ഇൻ മൈ ലൈഫ് എടുത്തത്. കുറേയെന്ന് വെച്ചാൽ കുറേ ആയി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കും. കാരണം ഇന്ന് ജൂലൈ 1 ആണല്ലോ. അതിൽ ജൂനിയേഴ്സൊക്കെ ഇന്ന് വരുന്ന ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ്. നവജാതകർ അങ്ങനെ എന്താ സംഭവം, അവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ എന്താ പരിപാടിയല്ല, അവരെ വെൽക്കം ചെയ്യുന്ന, അവർ വരുന്ന ഡേ ആണ്, ഫസ്റ്റ് ഡേ ആണ്. അപ്പോഴത്തേക്കിനും അതൊക്കെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ ഒരുങ്ങി വെച്ചാൽ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇനി ഒന്ന് ഒരുങ്ങി ക്ലാസ്സിലോട്ട് പോകണം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സ് വരാൻ പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഞങ്ങൾക്ക് തേർഡ് ഇയേഴ്സ് ആണല്ലോ, ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കും, സാധാരണ പോലെ പോകും, തിരിച്ചു വരും, അത്രയും ഉണ്ടായിരിക്കും. പക്ഷേ ഞാനൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം വീട്ടിലോട്ട് പോകാം. മുടി ഇങ്ങനെ കെട്ടിയിട്ടാണ് ഞാൻ ഭയങ്കര പാവത്താനെ പോലെ ഇരിക്കുന്നത്. അതല്ല, എൻ്റെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ട്, കാരണം ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. അപ്പം ഭയങ്കര ഇതായിപ്പോയി. വീട്ടിലങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഉള്ളൂ. ഹോസ്റ്റലിൽ ഞാൻ ഒരു സ്കിൻ കെയറും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇതായിപ്പോയി. ഇനിയിപ്പം ശ്രദ്ധിക്കണം. വെള്ളം കുടിയില്ല, സ്കിൻ കെയർ ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഒന്നും വേണം ചെയ്ത് തുടങ്ങാനായിട്ട്. 1-ാം തീയതി ആയല്ലോ. അല്ലെങ്കിൽ 2025 പകുതി ആയതായിരുന്നു, വേഗമായിരുന്നു പോയത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇനിയിപ്പം നമുക്ക് സെറ്റാക്കി എടുക്കാം. ഗൈസ്, ഹെയർ സ്റ്റൈലൊന്ന് മാറ്റിയിട്ട് വന്നു. അത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ അതായിരിക്കും ബെറ്റർ, ഇതായിരിക്കും ബെറ്റർ, ഇതാണെങ്കിൽ ബെറ്റർ ആവും. പക്ഷേ ഇതെനിക്ക് ഇങ്ങനെ കിട്ടുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം പിന്നെ കോളേജിലേക്ക് പോകാം. ഇതപ്പുറത്തുള്ള മലയാളികളാണ്. സോണിയ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഹായ് ഹായ്. ഇതെന്താ എഴുതുന്നത്? 9:55 എഴുതുന്നത്. ആയോ 55. ചാർജർ എടുക്കാൻ ഓടുന്നതായിരിക്കും ഗൈസ്. ഇതാണ് താഴത്തെ സ്റ്റഡി ഏരിയ. ഗൈസ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഗൈസ്, ഇന്ന് ക്ലാസ്സിൽ പോകാൻ നല്ല മടിയാണ്. കാരണം ഞങ്ങൾക്ക് വെള്ളി, ശനി, ഞായർ, തിങ്കളും അവധിയായിരുന്നു. സോ 4 ദിവസം ചുമ്മാ ഇരുന്നിട്ട് നല്ല മടി വന്നു ഈ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. സോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9:52, 10 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പം ക്ലാസ്സിൽ പോകാം. ഗൈസ്, ടീച്ചർമാരൊക്കെ ഫസ്റ്റ് ഇയേഴ്സിനാണ് പോയിരിക്കുകയാണ്. എൻ്റെ പല്ല് മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇവിടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഒക്കെ ടീച്ചർമാർ പോയിക്കാണ്. സോ ക്ലാസ്സിലായിരുന്നു. ഹായ് ഗൈസ്, ഞങ്ങളിവിടെ ജനലിൻ്റെ അടുത്ത് പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. ഇല്ല, മറ്റേ ജയിലിലൊക്കെ കിടന്നിട്ട് ആൾക്കാർ കാണാൻ വരുന്നവർ. എന്താ ചോദി പറഞ്ഞു? ഫസ്റ്റ് ഇയേഴ്സിനെ കാണാനുള്ള ഒരു ഇതിലേക്ക് കുറേ പേര്. ഇവിടെ ബാക്ക് ക്യാമറ നല്ല മടിയാണ് ക്ലാസ്സിൽ ഇരിക്കാൻ. ആകെ ഭയങ്കര ശോകം. കറക്റ്റ് ജയിലിനുള്ളിൽ നിൽക്കും പോലെ ഉണ്ട്. അതെ, കറക്റ്റ് ജയിലിനുള്ളിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. ഗൈസിന് മടിയാണ് ക്ലാസ്സിൽ. ശരിക്കും അവധി കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കും. 4 ദിവസമായിരുന്നു ഞങ്ങൾക്ക് ലീവ്. വെള്ളിയും ശനിയും ഞായറും തിങ്കളും അവധിയായിരുന്നു. ചുവ ഗൈസ്, ഇത്രയും നേരം ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു. 12 മണി വരെ ഞങ്ങൾ ക്യാൻറ്റീനിലിരുന്ന് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനി ഓപ്പൺ കോഴ്സാണ്. സോ ബികോം അക്കൗണ്ടൻസിയാണ്. സോ നമ്മൾ ബികോമിലോട്ട് പോകുമ്പോഴാണ്. ഇനി അവിടെ ക്ലാസ് സാറുണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഇല്ലായിരുന്നു, കൊള്ളാൻ വേണ്ടി കുഴപ്പമില്ല. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോകും. ഇന്ന് അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാട്ടോ, ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ.
അതുകൊണ്ട് അത്യാവശ്യം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഏതെല്ലാം ബികോമിലോട്ട് പോകാം. ഫോണിൽ ചാർജില്ല, അപ്പോഴേക്കിനും ചാർജർ എടുത്തിട്ട് പോയൊരു ക്ലാസ്സിൽ കുത്തിയിടാനും. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ മറന്നുപോയി വ്ളോഗ് എടുത്തോണ്ടിരുന്ന കാര്യം. എന്താ മോരും തോരനൊക്കെ ആയിരുന്നു. സോ കഴിച്ചിട്ട് വന്നു. ഫോൺ കുത്തിയിടാൻ വേണ്ടി ഫോണിൽ ചാർജ് ഇട്ടില്ല. നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ ഫുൾ ചാർജ് ആയിരിക്കുമല്ലോ, അപ്പോൾ എഡിറ്റൊക്കെ ചെയ്യാം. അപ്പം കുത്തിയിടാൻ പോവാണ്.